വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ വഴിയില്ലാതെ പ്രയാസം അനുഭവിക്കുകയാണ് കോഴിക്കോട് മുക്കത്തെ 4 കുടുംബങ്ങൾ. ഭിന്നശേഷിക്കാരി അടക്കമുള്ളവരാണ് വീടിന് പുറത്തിറങ്ങാൻ പ്രയാസപ്പെടുന്നത്. കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകില്ല എന്നും ഇവർ പറയുന്നു. മുക്കം നഗരസഭയിലെ വെസ്റ്റ് ചെന്നമംഗലൂരിലെ 4 കുടുംബങ്ങൾക്ക് പുറത്തേക്കിറങ്ങാനുള്ള ഏക വഴിയാണിത്. നടന്നു പോകാൻ പോലും കൃത്യമായി വഴിയില്ല. ഇവർ വഴിയായി ഉപയോഗിച്ചിരുന്ന സ്ഥലമുടമ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇല്ലാതാക്കിയെന്നാണ് പരാതി. ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ ആശുപത്രിയിൽ പോകാൻ പോലും ദുരിതമനുഭവിക്കുകയാണ്. സുഖമില്ലാത്തൊരനിയത്തിയുണ്ട്. അതിനെ മാസത്തിൽ 2 പ്രാവശ്യങ്ങളും ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഞങ്ങൾ 2 ഭാഗവും കൈ പിടിച്ച് 2 എടുത്തികളും വന്നിട്ട് ഞങ്ങൾ കൈ പിടിച്ച് ആണ് കുതിരവട്ടത്ത് മാസത്തിൽ 2 പ്രാവശ്യം കൊണ്ടുപോകണത്. അതിന് ഇപ്പോൾ ഒരു വഴി, വലിയ റോഡൊന്നും ആയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വഴി ഇതിലൂടെ പിടിച്ച് കൊണ്ടുപോകാനുള്ള രീതിയിലുള്ള ഒരു വഴി. വിഷയത്തിൽ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു. സ്കൂളിലേക്കൊക്കെ മക്കളെ വിടുമ്പം പേടിയാന്ന് പറഞ്ഞാൽ നൂൽപാലത്തുമ്മലൂടെയാണ് കുട്ടികൾ നടക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയും ആ വഴി ഒരു ഗർത്താണ്. ഗർത്തെന്നല്ല, കൊക്കാന്ന് തന്നെ പറയാം. ഞാൻ കുട്ടികളെ കൈ പിടിച്ചാണ് ഇപ്പോൾ ആക്കുന്നത്. എൻ്റെ 3 വയസ്സുകാരന് ഒരു സുഖമില്ലാത്ത മോനാണ് എനിക്ക് ചെറുതുള്ളത്. അതിന് അംഗനവാടിയിലേക്ക് ആക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ മദ്രസയിലും സ്കൂളും ഒക്കെ ഒരാഴ്ചയോളം കുട്ടികളെ മദ്രസ സ്കൂളൊക്കെ മുടങ്ങിയിട്ടുണ്ട് ഈ കാരണം കൊണ്ട്. ഈ കുടുംബങ്ങൾക്കുള്ള യഥാർത്ഥ വഴിയല്ല തന്റെ ഭൂമിയെന്നും യഥാർത്ഥ വഴി മറ്റൊരാൾ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നുമാണ് സ്ഥലമുടമയുടെ വിശദീകരണം. അവൾക്ക് പൊതുവഴി പറഞ്ഞാൽ വേറെ വഴിയുണ്ട്. അത് ആദ്യം ഞങ്ങളെ വീടിന്, അത് കഴിഞ്ഞിട്ട് ലത്തീഫ് പറഞ്ഞ ആൾക്ക് വിറ്റുണ്ട്. ആ വിറ്റോല് വേറെ വിറ്റത്. അതിൻ്റെ രേഖത ഞങ്ങളന്ന് വീടിന് പെർമിറ്റ് പാസ്സാക്കിയും കാര്യങ്ങളൊക്കെ വഴിയായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി അന്ന് വന്ന് നോക്കി പാസ്സാക്കി എന്ന സാധനമാണ്. അന്ന് അവിടെ വഴിയുള്ള സാധനമുണ്ട്. ഒരു പൊതുവഴി മറ്റൊന്നുണ്ട്. ശരിക്ക് സുമനസ്സുകളുടെ ഇടപെടലിലെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ അവസരമൊരുക്കണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം. മീഡിയ 1 കോഴിക്കോട്.